അയ്യ വണക്കം. ഈ രാജ്യം ചക്രവ്യൂഹത്തിലാണ്. ഈ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട രാജ്യത്തെ രക്ഷിക്കാൻ വന്ന അഭിമന്യുവാണ് ഞാൻ. അഭിമന്യു എന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കിടന്ന് പറഞ്ഞത്. അഭിമന്യു ചക്രവ്യൂഹത്തിനകത്ത് നിന്ന് ചത്തവനല്ലേ എന്ന് തൊട്ടടുത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും. അപ്പൊ രാഹുൽ ഗാന്ധി ഉടനെ ചക്രവ്യൂഹമല്ല, പത്മവ്യൂഹം. ഈ രാജ്യം പത്മവ്യൂഹത്തിലാണ്. താമര കുമ്പിൾ പോലെ ഇരിക്കുന്ന ആ പത്മവ്യൂഹത്തിൽ അകപ്പെട്ട ഈ രാജ്യത്തെ രക്ഷിക്കാൻ വന്ന അഭിമന്യുവാണ് ഞാൻ. അഭിമന്യു എന്നുള്ള വലിയ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇറക്കിയത്. വലിയ രീതിയിലുള്ള ബഹളം രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നപ്പോൾ അവിടെ ഉണ്ടായി. അത് BJP-ക്കാർ രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് എന്ന് മനോരമ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരമമായ തെറ്റാണ്. കാരണം രാഹുൽ ഗാന്ധി ഇന്നലെ പ്രസംഗിച്ച് തുടങ്ങിയത് തൊട്ട് അപ്പുറത്ത് ഇരുന്ന BJP-ക്കാർ ചിരിച്ചു തുടങ്ങിയതാണ്. ആ ചിരിയുടെ ശബ്ദമാണ്. കാരണം കൂട്ടത്തോടെ ആൾക്കാർ ചിരിക്കുമ്പോൾ ശബ്ദം കേൾക്കുമല്ലോ. ആ ചിരിയുടെ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ബഹളമായിട്ട് നിങ്ങൾക്ക് കേട്ടത്. എസ്പെഷ്യലി നമ്മുടെ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിനെ കുറിച്ച് ആധികാരികമായിട്ട് രാഹുൽ ഗാന്ധി കീറി മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ കീറി മുറിക്കുന്നതിൻ്റെ ഇടയിൽ രാഹുൽ ഗാന്ധി പല മണ്ടത്തരങ്ങളും പറഞ്ഞപ്പോൾ നിർമ്മല സീതാരാമൻ തലയിൽ കൈവച്ച് ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആരും രാഹുൽ ഗാന്ധിയെ ഇത്തവണ തടസ്സപ്പെടുത്താനായിട്ട് എഴുന്നേറ്റില്ല. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ മണ്ടത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുന്നേറ്റിച്ചല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഇരിക്കുന്ന മോദി എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് രാഹുൽ ഗാന്ധിയുടെ കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. രാജ്നാഥ് സിംഗ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അഗ്നിവീറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി മണ്ടത്തരവും കള്ളത്തരവും പറയുമ്പോൾ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ ഒരു സംഭവമേ ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ട് വിഷയങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ മനോരമ എഴുതിയത് കണ്ട. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല, പ്രതിരോധ മന്ത്രി ചാടി എഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞ് മനോരമ എഴുതി. ഇത്തവണ എന്തായാലും രാഹുൽ ഗാന്ധി മണ്ടത്തരം പറഞ്ഞോട്ടെങ്കിൽ അവൻ അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ, നാട്ടുകാർ ഇതൊക്കെ കണ്ടോട്ടെ എന്നുള്ള ഒരു ആംഗിളിലാണ് BJP-ക്കാർ മൊത്തം അപ്പുറത്തിരുന്ന് ചിരിച്ച് മണ്ണ് കപ്പിയത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ $1 മില്യൺ മണ്ടത്തരം പിടിച്ച സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രാജ്യം ചക്രവ്യൂഹത്തിലാണ് എന്നാണ്. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി രാജ്യം പത്മവ്യൂഹത്തിലാണെന്ന് പറയുന്നുണ്ട്. ചക്രവ്യൂഹവും പത്മവ്യൂഹവും തമ്മിലുള്ള വ്യത്യാസം പോലും രാഹുൽ ഗാന്ധിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അതിനു മുമ്പുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ, അതായത് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനവും നയപ്രഖ്യാപനവും രാഷ്ട്രപതി നയപ്രഖ്യാപനം നടത്തുമല്ലോ, അതിന്റെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ശിവഭഗവാന്റെ അഭയമുദ്രയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കണ്ട ഇതാണ് രേഖ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് കണ്ടായിരുന്നു. ഇത്തവണ അഭിമന്യുവും ചക്രവ്യൂഹവും പത്മവ്യൂഹവും ഒക്കെയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. മഹാഭാരതത്തിൽ അത്രയധികം ക്യാരക്ടേഴ്സും അത്രയധികം വ്യൂഹങ്ങളും ഉള്ളത് കൊണ്ട് കൺഫ്യൂഷൻ വരും, സ്വാഭാവികം. പഠിപ്പിച്ച് തരുന്ന ആളോട് നല്ലപോലെ പഠിപ്പിച്ച് തരാൻ പറഞ്ഞാൽ മതി. ഈ ചക്രവ്യൂഹം എന്ന് പറയുന്ന സാധനം അഭിമന്യു അകപ്പെട്ട സാധനമാണ്. ഈ പത്മവ്യൂഹം എന്ന് പറയുന്ന സാധനം താമര കുമ്പിൾ പോലെ ഇരിക്കുന്ന വ്യൂഹമാണ്. ഇത് രണ്ടും രണ്ടാണ് എന്ന് രാഹുൽ ഗാന്ധിയോട് മനോരമ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായിരുന്നാലും ഇന്ന് മനോരമ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിതാ കണ്ട അഭിമന്യുവിനെ പോലെ രാജ്യം ചക്രവ്യൂഹത്തിൽ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഒരു പടവും എടുത്തിട്ട് ദിങ്ങനെ നിൽക്കുന്ന പടമൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ആ മനോരമ അതിൽ പറയുന്നത് ചിരിയും ചിന്തയും. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ നിർമ്മല സീതാരാമൻ പൊട്ടിച്ചിരിച്ചു പോയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ പൊട്ടിച്ചിരിച്ചു പോയൊരു സ്റ്റേറ്റ്മെന്റാണ് മനോരമ ന്യായീകരിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ പൊട്ടിച്ചിരിച്ചു പോയ സ്റ്റേറ്റ്മെന്റ് രാഹുൽ ഗാന്ധി ഒരു പടം എടുക്കുന്നു. ഒരു ഹൽവ ചടങ്ങിന്റെ പടമാണ്. ഈ ബഡ്ജറ്റിന് മുമ്പ് ഒരു ഹൽവ ചടങ്ങ് കലാകാലങ്ങളായിട്ട്, അതായത് നമ്മുടെ രാജ്യത്ത് ബഡ്ജറ്റിന് മുമ്പ് ബഡ്ജറ്റ് തയ്യാറാക്കിയ അവിടെയുള്ള ജീവനക്കാർക്ക്, അതായത് ധനകാര്യ മന്ത്രാലയത്തിലെ ജീവനക്കാർക്ക് നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്, ബഡ്ജറ്റിന് മുന്നോടിയുള്ള ഹൽവ ചടങ്ങിന്റെ ചിത്രം കാട്ടി പിന്നാക്ക വിഭാഗക്കാരോടുള്ള അവഗണനയെക്കുറിച്ച് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. അതെന്തിനാ എന്നായിരിക്കും നിർമ്മല സീതാരാമൻ ആലോചിച്ചത്. പോരാത്തതിന് തലയ്ക്ക് കൈവച്ച ശേഷം പൊട്ടിച്ചിരിക്കുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചിത്രത്തിൽ പിന്നോക്ക വിഭാഗക്കാരായ ഒരാൾ പോലും ഇല്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്നാണ് പറയുന്നത്. അതിന് ഹൽവ ചടങ്ങ് എന്താണെന്നറിയണം, അവിടെ നടക്കുന്നത് എന്താണെന്നറിയണം. ആ ഹൽവ ചടങ്ങ് എടുത്ത് കാണിച്ചിട്ട് ഇതിൽ പിന്നോക്കക്കാരെവിടെ എന്ന് ചോദിക്കുന്ന ഇത്രയും വലിയ മണ്ടത്തരം എൻ്റെ പുഞ്ഞു എങ്ങനെ സഹിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാരെ രാഹുൽ ഗാന്ധി എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. മനോരമയ്ക്ക് പോലും അത് തിരുത്തണമെന്നില്ല. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് മനോരമ അടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഹൽവ ചടങ്ങിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതിൽ പിന്നോക്കക്കാരെവിടെ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നിന്ന് നിർമ്മല സീതാരാമൻ ചിരിക്കുകയാണ്. മനോരമ ഉദ്ദേശിച്ചത് പിന്നോക്കക്കാരെവിടെയെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ അതിനെ കളിയാക്കി നിർമ്മല സീതാരാമൻ ചിരിച്ചു എന്നുള്ള രീതിയിലാണ്. അതായത് നിർമ്മല സീതാരാമൻ പിന്നോക്കക്കാരെ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ്. അത് വായിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നു, അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഈ ഹൽവ ചടങ്ങ് എന്താണെന്ന് അറിയണം. 1950 അതിന് നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അന്നത്തെ ധനമന്ത്രി എന്ന് പറയുന്നത് ജോൺ മത്തായി. 1950 ധനമന്ത്രിയായിട്ടുള്ള ജോൺ മത്തായി ആ ധനകാര്യ വകുപ്പിൽ ഉണ്ടായിരുന്ന ബഡ്ജറ്റ് ചോർന്നതിനെ തുടർന്നാണ് ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തത്. അന്നത്തെ, അതായത് 1950 പുറത്തുവിടാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വച്ചിരുന്ന ബഡ്ജറ്റ് ചോർന്നു. ആ ബഡ്ജറ്റ് ചോർന്നപ്പോൾ അതിൽ തുടർന്ന് ജോൺ മത്തായി എന്ന് പറയുന്ന
അന്നത്തെ ധനകാര്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷം എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ബഡ്ജറ്റ് ചോരാതിരിക്കാനായിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന്, അതായത് ബഡ്ജറ്റ് റെഡിയാക്കി കഴിഞ്ഞ് ഈ ബഡ്ജറ്റിന്റെ പ്രിന്റിങ്ങിന് മുമ്പ് നോർത്ത് ബ്ലോക്കിൽ, പാർലമെന്റിന്റെ എവിടെയാണ്, നോർത്ത് ബ്ലോക്കിൽ ഈ ധനകാര്യ വകുപ്പിലുള്ള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ജീവനക്കാരെല്ലാം ഒരു ലോക്കിൻ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകും. ലോക്കിൻ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരു മുറിയിൽ പൂട്ടിയിടും. നമ്മുടെ കോവിഡ് സമയത്ത് ക്വാറന്റൈനിലൊക്കെ പോകില്ലേ, അതുപോലെ ഒരു മുറിയിൽ ഇവരെ പൂട്ടിയിടും. ഇവരെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാൻ അനുവദിക്കില്ല, വേറെ ഒരു ജീവനക്കാരുമായിട്ടും ബന്ധപ്പെടാൻ അനുവദിക്കില്ല. ആ മുറിയിൽ ബഡ്ജറ്റിന്റെ പ്രിന്റിംഗ് നടക്കുകയായിരിക്കും. അങ്ങനെ പൂട്ടിയിട്ട ആ ധനകാര്യ വകുപ്പിലെ ജീവനക്കാർ ആ ത്യാഗം സഹിക്കുന്നത് കൊണ്ട്, അതായത് 9-10 ദിവസമായിരിക്കും അങ്ങനെ അവിടെ പൂട്ടിയിട്ട് അവർക്ക് വേണ്ട സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇമർജൻസി ആയിട്ട് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ, വീട്ടുകാരുമായിട്ട് കോൺടാക്ട് ചെയ്യാനും ഇങ്ങോട്ട് വീട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാനും ഒരു നമ്പർ കൊടുത്തിരിക്കും. അതും ധനവകുപ്പിന്റെ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ അകത്തുകൂടെ ആ കോളും പോവുകയുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം. ഇത് ബഡ്ജറ്റ് ചോർന്നു പോകാതിരിക്കാനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ത്യാഗം അല്ലെങ്കിൽ അവർ അനുവർത്തിക്കുന്ന ഈ വലിയ സേവനത്തിന് ഒരു മധുരം നൽകുക എന്നതിന്റെ പേരിലാണ് പ്രതീകാത്മകമായിട്ട് ഹൽവ ചടങ്ങ് നടത്തുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെയാണ് ഹൽവ ഉണ്ടാക്കി അവർക്ക് മുറിച്ച് വായിൽ വെച്ചു കൊടുക്കുന്നത്. ഇതാണ് അതിന്റെ പിന്നിലെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ആ ഹൽവ ചടങ്ങ് നടക്കുന്നത്. അതിനകത്തുണ്ടാകുന്നത് ധനകാര്യ വകുപ്പിലെ ജീവനക്കാരാണ്. ധനകാര്യ വകുപ്പിലെ ജീവനക്കാരാണ് അവിടെ ഉണ്ടാകുന്നത്. അല്ലാതെ ധനകാര്യ വകുപ്പിൽ മുന്നോക്കക്കാരുണ്ടോ, പിന്നോക്കക്കാരുണ്ടോ, സവർണ വിഭാഗമുണ്ടോ, അവർണ വിഭാഗമുണ്ടോ എന്നൊന്നും ധനകാര്യ വകുപ്പ് നോക്കാറില്ല. ആ സ്പെസിഫിക്കേഷനിൽ അവിടെ കയറി, അതായത് ധനകാര്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന, അവർ സെലക്ട് ചെയ്യുന്ന ആർക്കും അവിടെ പോയി ഈ ബഡ്ജറ്റ് പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ആ ലോക്കിൻ പ്രക്രിയയിൽ ധനകാര്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന അത്രയ്ക്ക് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് കടത്തിവിടും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇങ്ങനെ വസ്തുതയെന്നിരിക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ഹൽവ ചടങ്ങിൽ പിന്നോക്കക്കാർ എവിടെയെന്ന്. എവിടെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടാ എന്നായിരിക്കും നിർമ്മലാ സീതാരാമൻ ആലോചിച്ച് അവിടെ എന്ന് പൊട്ടിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ബഡ്ജറ്റ് എല്ലാം ഡിജിറ്റലാണ്, അതായത് പ്രിന്റിംഗ് ഒന്നുമില്ല, ഇപ്പൊ ഡിജിറ്റൽ ബഡ്ജറ്റാണ്. നിർമ്മലാ സീതാരാമൻ വരുമ്പോൾ ഇപ്പൊ മുട്ടക്കാട്ടനായിട്ടുള്ള ഒരു പെട്ടിയൊന്നും നിർമ്മലാ സീതാരാമന്റെ കയ്യിലില്ല. പുള്ളിക്കാരി ഒരു ടാബും കൊണ്ടാണ് വരുന്നത്. ആ ടാബും കൊണ്ടുവന്ന് അതിനകത്താണ് വായിക്കുന്നത്. എങ്കിൽ പോലും ഈ ചടങ്ങ് നമ്മുടെ രാജ്യത്ത് 1950 തുടങ്ങിയ ഒരു ചടങ്ങല്ലേ എന്ന് പറഞ്ഞ് പ്രതീകാത്മകമായിട്ട് അത് തുടർന്നു പോരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ ചടങ്ങിന്റെ പ്രത്യേകതയും സവിശേഷതയും. ആ ചടങ്ങിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്രയും വലിയ മണ്ടത്തരം പറയുന്നത്. എന്നിട്ട് ഈ മനോരമയ്ക്കെങ്കിലും പറഞ്ഞൂടെ, മിസ്റ്റർ രാഹുൽ ഗാന്ധി, ഈ ചടങ്ങെന്ന് പറയുന്നത് 1950 തുടങ്ങിയ ഒരു സാധനമാണ്. ഇതിന് മുന്നോക്കക്കാര് പിന്നോക്കക്കാര് അങ്ങനെയൊന്നും നോക്കിയില്ല, ദേവി ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്ന് രാഹുൽ ഗാന്ധിയോട് മനോരമയ്ക്ക് പോലും പറഞ്ഞൂടെ. പകരം മനോരമ എഴുതി വെച്ചിരിക്കുന്നത് പിന്നോക്കക്കാർ എവിടെയെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ ദാ നിർമ്മലാ സീതാരാമൻ അപ്പുറത്ത് നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനത്തെ രീതിയിലാണ് മനോരമ എഴുതി വെച്ചിരിക്കുന്നത്. വെള്ളാപൂശി മരിക്കുക തന്നെ. എന്തായാലും മനോരമയുടെ ഇന്നത്തെ വാർത്ത അതിഗംഭീരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. BJP സർക്കാർ സൃഷ്ടിച്ച ഭീതിയുടെ ഈ പത്മവ്യൂഹം ഇന്ത്യ സഖ്യം തകർക്കും. ആദ്യം ചക്രവ്യൂഹം എന്നാണ് പറഞ്ഞത്. ആ പത്മവ്യൂഹത്തിന്റെയും ചക്രവ്യൂഹത്തിന്റെയും വ്യത്യാസമെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നു. എന്തായാലും മഹാഭാരതത്തിലെ ചക്രവ്യൂഹം എന്ന് പറഞ്ഞ് മനോരമ വീണ്ടും ഒരു വാർത്ത അടിച്ചിട്ടുണ്ട്. അതിൻ്റെങ്കിലും വ്യത്യാസം പാവത്തിന് ഇവിടെയുള്ള KC വേണുഗോപാൽ വാർ റൂം സിംഹം പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അടിച്ചു വെച്ചിരിക്കുന്നത്. കാർഷിക വിളകളുടെ താങ്ങുവിലയ്ക്കുള്ള നിയമപരിരക്ഷയും ജാതി സെൻസസും പാർലമെന്റിൽ പാസ്സാക്കണമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. എവൻ ഈ സുനിൽ പി ഇളയടത്തിന്റെ വല്ല ആളുമാണ് ആ ജാതി ഈ ജാതിയോട് ചെയ്തത് മറക്കരുത്, ഈ ജാതി ആ ജാതിയോട് ചെയ്തത്. കുറേ നാളായിട്ട് ജാതി പിടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. ബഡ്ജറ്റ് ചർച്ചയിൽ നടത്തിയ പ്രസംഗത്തിനിടെ സ്പീക്കർ ഓം ബിർള പലവട്ടം ഇടപെട്ടു. അത് ഈ മണ്ടത്തനം കേട്ടപ്പം സ്പീക്കർക്ക് കയ്യിൽ നിന്ന് പിടിവിട്ട് പോയതാണ്. അല്ലാതെ സ്പീക്കർ ഇടപെടണമെന്ന് വിചാരിച്ച് ഇടപെട്ടതല്ല എന്ന് ആ പ്രസംഗം കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഭരണ പ്രതിപക്ഷ വാക്പോരും പ്രസംഗം തടസ്സപ്പെടുത്തി എന്ന് പറയുന്നു. ഭരണ പ്രതിപക്ഷ വാക്പോരല്ല, അത് യഥാർത്ഥത്തിൽ അവർ ചിരിച്ച് മരിച്ചതാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇനി അടുത്തത്, ഭയത്തിന്റെ അന്തരീക്ഷമാണ് രാജ്യത്തുള്ളതെന്നും ഭയം എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുന്നുവെന്ന് രാഹുൽ പറഞ്ഞു. അത് വളരെ സത്യമാണ്. കാരണം കർണാടകയിലൊക്കെ വലിയ രീതിയിലുള്ള ഭയത്തിന്റെ അന്തരീക്ഷമാണ്. സ്നേഹത്തിന്റെ കട തുറന്ന് ഫ്രീ കൊടുത്ത് സോറോസിന്റെ വാക്ക് കേട്ട് അവസാനം അവിടെ എല്ലാം മുടിഞ്ഞ് പിച്ചച്ചട്ടി എടുത്തിരിക്കുകയാണ്. എല്ലാത്തിനും വില കൂട്ടി. നന്ദിനി പാലിന് വില കൂട്ടി, കുടിക്കാനുള്ള വെള്ളം അവിടെ കിട്ടാനില്ല, അതുകൊണ്ട് വില കൂട്ടാൻ യാതൊരുവിധ നിർവാഹമില്ല. ഷിരൂരിൽ ഒരാൾ മണ്ണിന്റെ അടിയിൽ പോയിട്ട് ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പോരാത്തതിന് അവിടെ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞ് ബസ്സിൽ 295 കോടി കടമായിട്ട് ഇപ്പോൾ എല്ലാവരും അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. ചക്രവ്യൂഹമല്ലേ, ശ്വാസത്തിനകത്താണെന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ രാജ്യത്തെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കർണാടക മുടിഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ് ഭരിക്കുന്ന സകല രാജ്യങ്ങളും മുടിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ മൊത്തം ബാധ്യത ആരുടെ തലയിൽ വരും? കേന്ദ്രത്തിന്റെ തലയിൽ വരും. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പറഞ്ഞത് വളരെ കറക്റ്റാണ്. വലിയ രീതിയിലുള്ള ഭയമാണ് എല്ലാ മേഖലകളിലും വ്യാപിച്ചിരിക്കുന്നത് രാഹുൽ പറഞ്ഞു. BJPയിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രിയാകണമെന്ന സ്വപ്നം കാണാനാകൂ. പ്രതിരോധ മന്ത്രിക്ക് പ്രധാനമന്ത്രിയാകണമെങ്കിൽ വലിയ പ്രശ്നമുണ്ട്, കുത്തിത്തിരിപ്പ്. ഇതിനാണ് നമ്മൾ പച്ചയ്ക്ക് കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത്. BJPയിൽ ഒരു ചായ കച്ചവടക്കാരെങ്കിലും പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമല്ലോ. തൊട്ടപ്പുറത്ത് നിന്ന് മൻമോഹൻ സിംഗ് ഇത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങേക്ക് കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ച് വന്നേനെ. കാരണം 10 കൊല്ലം ഡമ്മി പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നതാണല്ലോ. സോണിയാജിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിന് മുമ്പ്
നമ്മുടെ അച്ഛൻ, നമ്മുടെ മുത്തച്ഛൻ, നമ്മുടെ മുതുമുത്തച്ഛൻ, മുതുമുത്തശ്ശി, അങ്ങനെ പല ആൾക്കാരുമാണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഹിസ്റ്ററി വെച്ചുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എടുത്ത് പറയില്ല, നാട്ടുകാരെടുത്ത് ഉടുത്തുകളയി എന്ന് മാത്രമേ പറയാനുള്ളൂ. BJP മന്ത്രിമാർ ഭയക്കുന്നു. ഇത് പഠിച്ചു വെച്ച് പറയണതാണ്. രാജ്യത്തെ കർഷകരും തൊഴിലാളികളും ഭയക്കുന്നു, രാഹുൽ ഗാന്ധി പറഞ്ഞു. ഓക്കെ, അവർ ഭയന്നോട്ടെ. മഹാഭാരതത്തിലെ പത്മവ്യൂഹത്തെക്കുറിച്ച് പരാമർശിച്ച രാഹുൽ രാജ്യത്തെ എല്ലാവരും ആധുനിക കാലത്തെ പത്മവ്യൂഹത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്നു. ടൈം ട്രാവൽ ആയിരിക്കും ചിലപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത്. 6 പേരാണ് ആ ചക്രവ്യൂഹം സൃഷ്ടിച്ചത്. താമരയോട് സാദൃശ്യമുള്ളതിനാൽ ചക്രവ്യൂഹത്തെ പത്മവ്യൂഹമെന്നും വിശേഷിപ്പിക്കാറുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ചക്രവ്യൂഹവും പത്മവ്യൂഹവും രണ്ടാണെന്ന് ഇങ്ങേരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത് രണ്ടാണ്. പത്മവ്യൂഹം വേറെ, ചക്രവ്യൂഹം വേറെ. ചക്രവ്യൂഹം ചക്രാകൃതിയിലിരിക്കുന്ന ഒരു സാധനമാണ്. ഈ ചക്രവ്യൂഹത്തിനകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങാൻ അഭിമന്യുവിന് പറ്റാത്തത് കൊണ്ടാണ് അഭിമന്യു അതിനകത്ത് മരണം വരികേണ്ടി വന്നത്. പത്മവ്യൂഹം വേറെ, അത് താമരയുടെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. ഇനി രാഹുൽ ഗാന്ധി പറയുന്നത് 21ാം നൂറ്റാണ്ടിൽ മറ്റൊരു ചക്രവ്യൂഹം രൂപപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നെഞ്ചിൽ ധരിക്കുന്ന താമരയുടെ രൂപത്തിലാണത്. കണ്ട, 21ാം നൂറ്റാണ്ടിൽ ചക്രവ്യൂഹം രൂപപ്പെട്ടത് താമരയുടെ ആകൃതിയിലാണെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അദാനി, അംബാനി എന്നിവരാണ് ആധുനിക ചക്രവ്യൂഹം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു കാശിന്, അതായത് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത, രാജ്യത്തെ ജനങ്ങൾക്ക് ഒന്നിനും ഉതകാത്ത, റാൻഡംലി എന്തൊക്കെയോ പറഞ്ഞു പോയൊരു പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. രാഹുൽ ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളത്, ഷാഫി പറമ്പിലിനെ കണ്ടുപഠിക്കണം. ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം കേട്ടായിരുന്നു, എന്ത് രസമായിരുന്നു കേൾക്കാനായിട്ട്. പോരാത്തതിന് ഓം ബിർള അതിനെ അഭിനന്ദിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ വേണം രാജ്യത്തെ ഓരോ MP മാരും എന്ന്. കാരണം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ പ്രവാസികൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. പ്രവാസികളുടെ ഓരോ വിഷമങ്ങളുമാണ് സംസാരിച്ചത്. ആ വിഷമങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് അതിൻ്റെ സൊല്യൂഷൻസും കൂടെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇതൊക്കെ ചെയ്താൽ നമുക്ക് അതൊക്കെ തീർക്കാൻ പറ്റുമെന്ന്. അതുപോലെ സംസാരിക്കണം. അതുപോലെ ചുമ്മാ വാചാടോപം വായിട്ട് വളവളാന്ന് അടിച്ചു കഴിഞ്ഞാൽ ധനമന്ത്രിക്കൊക്കെ ഇങ്ങനെ ഗുടുഗുടുകൂടാന്ന് ചിരിക്കാനുള്ള സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് രാഹുൽ ഗാന്ധി ദയവ് ചെയ്ത് മനസ്സിലാക്കണം. മനോരമ ഇങ്ങനെ അനാവശ്യമില്ലാത്ത ധൈര്യം തന്ന് രാഹുൽ ഗാന്ധി ഇങ്ങനെ മൂട്ടിക്കൊണ്ടേയിരിക്കും. അത് കേട്ട് പോയി കുഴി ചാടരുത് എന്ന് മാത്രമേ രാഹുൽജിയോട് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ രാഹുൽജിക്ക് ശുഭദിനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.